ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു ഫുൾ സ്ലീവ് കട്ട് ചെയ്യുന്ന വീഡിയോ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ചുറ്റിലും കയ്യിൻ്റെ വണ്ണെടുക്കുക, എങ്ങനെയാണ് വണ്ണെടുക്കുക, അളവെടുക്കുക എന്നുള്ള വീഡിയോ നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ട്. ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ടാവും, കണ്ടു നോക്കുക. അപ്പോൾ നമ്മൾ കയ്യിൻ്റെ വണ്ണെടുക്കുക. വണ്ണെന്ന് പറഞ്ഞാൽ 20 റൗണ്ടിലെടുക്കുമ്പോൾ ഇപ്പോൾ 10 എടുക്കുക, അതിന് പകുതി എടുത്തിട്ട് 10+2. ഇനി ഈ ഭാഗം ഇപ്പം മാർക്ക് ചെയ്ത് നമ്മൾ ഷേപ്പ് താഴ്ചയാണ്. നമ്മൾ കയ്യിൻ്റെ മുകളിൽ നിന്ന് താഴോട്ട് വരക്കുന്നതാണ് ഈ ഷേപ്പ് താഴ്ച എന്ന് പറയുന്ന ഭാഗം. ഈ അളവാണ് ഷേപ്പ് താഴ്ച. അത് നമ്മളൊരു 3.5 എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മൾ ഈ ഷേപ്പ് താഴ്ച മാർക്ക് ചെയ്ത ഭാഗത്ത് നിന്ന് നമ്മൾ ഏറ്റവും കോർണറിലേക്ക് സെൻറ്ററിലേക്ക് ഒരു ലൈന് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ നടുവശം ഒന്ന് മാർക്ക് ചെയ്യണം. 10 ആവുമ്പോൾ നമ്മൾ 5 മാർക്ക് ചെയ്യുക. എന്നിട്ട് നമ്മൾ ആദ്യം വരക്കുന്ന ലൈൻ ഉണ്ടല്ലോ, ആ ലൈന് നമ്മുടെ ബാക്ക് സൈഡിലേക്കുള്ള ലൈനാണ്. നമ്മൾ ഇതേപോലെ ആംഹോൾ കർവ് വെച്ചിട്ടൊന്നും വരക്കാൻ നമുക്ക് കറക്റ്റായിട്ട് കിട്ടൂല. അപ്പം നമ്മൾ ഈ ഭാഗം ഈ വരച്ച് കൊണ്ട് വന്നിട്ട് ഈ ഭാഗത്ത് ഈ മുട്ടിക്കുന്ന ഭാഗമാണ് നമ്മളെ ബാക്ക് വശം എന്ന് പറയുന്നത്. ഫ്രണ്ട് വശം എന്ന് പറയുന്നത് നമ്മൾ മാർക്ക് ചെയ്ത് വെച്ച ഭാഗമുണ്ടല്ലോ സെൻറ്റർ, അതിൽ നിന്ന് ഇതേപോലെ വന്നിട്ട് നമ്മൾ ഈ കുഴിച്ചിട്ട് ഒന്ന് മാർക്ക് ചെയ്യുന്നതാണ് ഇതിൻ്റെ ഫ്രണ്ട് വശം വരിക. അപ്പോൾ നമ്മൾ ഇതൊന്ന് ജസ്റ്റ് മാർക്ക് ചെയ്ത് വെക്കുക. നമ്മൾ ബാക്ക് വശത്താണ് ആദ്യം കട്ട് ചെയ്യുക. എന്നിട്ട് നിവർത്തി വെച്ചതിന് ശേഷമുള്ളൂ നമ്മൾ ഫ്രണ്ട് മാർക്ക് ചെയ്യുക. അപ്പം നമ്മൾ 5 ഭാഗത്തായിട്ട് നമ്മൾ വണ്ണം കാണണം, എന്നാലുള്ള ഫുൾ സ്ലീവിന് കറക്റ്റായിട്ട് കിട്ടുക. ഒന്ന് നമ്മൾ കൈയിൻ്റെ വണ്ണം നമ്മൾ മാർക്ക് ചെയ്ത ഭാഗം. ഇനി നമ്മൾ ഇറക്കം മാർക്ക് ചെയ്യുക. ഇറക്കത്തിൻ്റെ ഭാഗത്ത് ഇറക്കത്തിൻ്റെ കൂടെ നമ്മൾ +1.5 കൂട്ടണം. അടിയിൽ 1 ഇഞ്ചും മുകളിൽ 1/2 ഇഞ്ചും നമ്മൾ ചുരിദാറുമായി ബന്ധി വെക്കുമ്പോൾ 1/2 ഇഞ്ച് പോലാണ് 1.5 ഇഞ്ച് കൈയിൻ്റെ ഇറക്കം കൂട്ടണം. അപ്പം നമ്മൾ അടിയത്തെ ഭാഗത്തുള്ള വണ്ണം കാണണം, അതേപോലെ മുകളിലത്തെ ഭാഗത്തുള്ള വണ്ണം കാണണം. അതിൻ്റെ ഇടയിൽ നമ്മൾ 3 അളവ് കാണണം. നമ്മളെ കൈയിൻ്റെ തടിയുള്ള ഭാഗം ഉണ്ടല്ലോ, ആ ഭാഗത്തുള്ള വണ്ണാണ് നമ്മൾ ഈ കാണുന്നത്. അപ്പം അത് കണ്ടിട്ട് ശേഷം അതിൻ്റെ പകുതി മാർക്ക് ചെയ്യുക. അതേപോലെ തന്നെ അതിന് തൊട്ട് താഴത്ത് നമ്മളൊരു 11 ഒരു മാർക്കിങ് കൊടുക്കുക. അതേപോലെ തന്നെ നമ്മളൊരു 15, 18 ഒരു മാർക്കിങ് കൊടുക്കുക. ഏറ്റവും താഴ്വശത്ത് നമ്മളൊരു മാർക്കിങ് കൊടുക്കുക. ഇങ്ങനെ ഇപ്പം നമ്മൾ 1, 2, 3, 4, 5 ഭാഗത്ത് നമ്മൾ മാർക്കിങ് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ മാർക്ക് ചെയ്താലുള്ളൂ കറക്റ്റായിട്ട് നമുക്ക് ഫുൾ സ്ലീവ് മാർക്ക് ചെയ്യാൻ പറ്റുക. ചില ആളുകളൊക്കെ നമ്മളെ കൈവണ്ണ ഭാഗവും മൊത്തമായിട്ടുള്ള ഇറക്കം മാർക്ക് ചെയ്തിട്ട് അടിയത്തെ വണ്ണം മാത്രം മാർക്ക് ചെയ്തിട്ട് കറക്റ്റായിട്ട് വരച്ച് കൊടുക്കുക ചെയ്യുക. അത് നമുക്ക് കറക്റ്റായിട്ട് കിട്ടൂല. ചില ആളുകൾക്ക് കൈയിൻ്റെ ഭാഗത്ത് തടി കൂടുതലാവും, അവർക്ക് പല അളവുകളാവും വരിക. അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഓരോ ഭാഗത്തും കറക്റ്റായിട്ട് അളവെടുത്താൽ മാത്രമേ ഉള്ളൂ നമ്മളെ ഫുൾ സ്ലീവ് കറക്റ്റായിട്ട് ശരിയായി കിട്ടുക. അപ്പോൾ നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്താൽ അവിടെ ഒരു ഓൾ എന്ന ഓപ്ഷൻ ഉണ്ടാവും, അതും കൂടി ക്ലിക്ക് ചെയ്താലുള്ളൂ ഞാനിടുന്ന വീഡിയോസിൻ്റെ മുഴുവൻ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുക. ഇനി നമ്മൾ എല്ലാ ഭാഗത്തും ഇതേപോലെ എക്സ്ട്രാ 1.5 ഇഞ്ചോ 2 ഇഞ്ചോ ഒക്കെ ഇട്ടിട്ട് നമ്മളൊന്ന് ജസ്റ്റ് മാർക്ക് ചെയ്ത് കൊടുക്കണം. ഇത് നമ്മളെ സ്റ്റിച്ചിങ് ലൈനാണ്. നമ്മൾ ആദ്യം മാർക്ക് ചെയ്ത് നമ്മൾ സ്റ്റിച്ചിങ് ലൈനും ഇത് നമ്മുടെ കട്ടിങ് ലൈനുമാണ് നമ്മൾ മാർക്ക് ചെയ്തത്. ഇനി നമ്മൾ ചുരിദാറിൻ്റെ ഭാഗം വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കുകയാണ്. നമ്മൾ ഈ മാർക്ക് ചെയ്ത ഭാഗവും കയ്യിൻ്റെ വണ്ണവും കറക്റ്റാണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ ഉള്ളൂ നമ്മൾ അതൊന്ന് കട്ട് ചെയ്തെടുക്കുക. അപ്പം നമ്മൾ ഈ 2 ഭാഗവും കറക്റ്റായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ആ രീതിയിൽ നോക്കിയിട്ട് വേണം നമ്മൾ കട്ട് ചെയ്തെടുക്കുക. ഇനി ഇതിൻ്റെ ബാക്ക് വശം ഒന്ന് വെച്ച് നോക്കണം. അതും ഇതേപോലെ തന്നെ നമുക്ക് ഈ ഭാഗവുമായിട്ട് കിട്ടുന്നുണ്ടോ നോക്കണം. നമ്മൾ കയ്യിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ എങ്ങനെയാണ് ഷേപ്പ് താഴ്ച കാണാമെന്നും കയ്യിൻ്റെ വണ്ണം കാണാമെന്നുള്ളതൊക്കെ മെഷർമെൻറ്റ് മുന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. ഒരാളുടെ അളവ് കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് കയ്യിൻ്റെ വണ്ണം കാണുക, അതേപോലെ തന്നെ എങ്ങനെ ഷേപ്പ് താഴ്ച കാണുക എന്നുള്ളതൊക്കെ നമ്മൾ മുന്നേ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ടാവും, അതും കൂടി ഇത് കണ്ടു നോക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.